ആളിയല്ല ഇയാളെന്തിനിപ്പോ ഇങ്ങോട്ട് വന്ന ചേട്ടനാണ്. എന്റെ ചേട്ടനാണ് പറയാൻ നിൽക്കണ്ട അങ്ങനെ കാര്യമായിട്ട്. വന്നോട്ടല്ലോ വീടല്ലേ? ഇത് എന്റെ ഒരു സുഹൃത്താണ്, ഉണ്ണി, നന്മവരം ഉണ്ണി എന്ന് പറയും. ചാരിറ്റിയുടെ ആള് ഫേമസ് ആണ്. ചേച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടൊന്ന് കാണാൻ പറഞ്ഞത്. ചേച്ചി കിഡ്നിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് പൈസ വേണല്ലോ. അപ്പൊ ഞാനത് വീഡിയോ എടുത്ത് മൊത്തം വൈറലാക്കിയിട്ട് ഇവന്റെ അക്കൗണ്ടിൽ പൈസ വരും. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാ നമ്മളെ കിഡ്നി പ്രോബ്ലം ഉണ്ടല്ലോ ചേച്ചിക്ക്, നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മൊത്തം വൈറലാക്കും. അപ്പൊ പല ദിക്കുന്ന പൈസ ഇവന്റെ അക്കൗണ്ടിലേക്ക് വരും. ഒരു ശ്രമം. ഇവിടുത്തെ മൂത്താള് ഞാനാ. പറഞ്ഞു ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ കുടുംബപരമായിട്ടൊക്കെ ഒന്ന് പറയലുണ്ട്. അത് പറയണോ? പിന്നെ ഇതിപ്പോ ആളുകളെ മൊത്തം നമ്മള് അറിയിച്ചിട്ട് നമ്മള് എടുക്കണ ഒരു പിരിവല്ലേ. പിന്നെ വലിയൊരു ഫണ്ട് നമ്മള് മേടിക്കല്ലേ. അതെ അതെ, അല്ലെ നല്ല കാര്യത്തിന് വേണ്ടിട്ടാണല്ലോ. അപ്പൊ അത് എന്റെ അക്കൗണ്ടിലേക്ക് ആയിക്കോട്ടെ. ഞാൻ ഇവിടുത്തെ മൂത്താള്. ഞാനിപ്പോ എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ല. അതെ അതെ. അപ്പൊ എന്താ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നോണ്ട് കുഴപ്പമുണ്ടാ? അല്ല കൊടുത്തു പോയല്ലോ. എന്റെ മാറ്റി കൊടുത്താ മതി. അല്ല ചേട്ടാ, ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചാ പോരെ ഇപ്പൊ ഇത് ഇപ്പൊ എന്ത് കിട്ടണ്ട് കൊടുക്കണ്ടെന്നൊക്കെ. അല്ലപ്പോ ഒരു മൂത്ത ആള് എന്നുള്ള നിലയ്ക്ക് ഞാനും കൂടി അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുന്നോണ്ട് തന്നെ കുഴപ്പമുണ്ടോ? ഇതതിന് നമുക്ക് ഒറ്റക്ക് തിന്നാനല്ല, ഈ കിട്ടണതിന്റെ 4% അവന് കൊടുക്കണം. എത്ര? എന്താ കണ്ണിന് കുഴപ്പമില്ല? ഇല്ല, 4% അത് എഗ്രിമെന്റ് ഉള്ളതാണ്. അപ്പൊ 96 നമുക്ക് 4 അവിടെ 4 ആയിക്കോട്ടെ. എന്നാലും ജോയിൻ ചെയ്തിട്ടേ ജോയിൻ അക്കൗണ്ട് ആക്കിട്ടേ. അല്ല ഏട്ടൻ പറയുന്ന കാര്യമുണ്ട്, ജോയിന്റ് അക്കൗണ്ട് ആക്കാം. അളിയന്റെ പേരിൽ നിന്റെ പേരിലോ? അല്ല അവിടെ തെറ്റി. അളിയനാണ് നമ്മളിത് കൊടുക്കണം. അതെ. അപ്പൊ ഞങ്ങളുടെ ജോയിൻ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ നമ്മളെടുത്ത് കൊടുക്കണ പോലെ. അപ്പൊ ചേട്ടന്റെ അക്കൗണ്ട് നമ്പറും കൂടി അതിൽ കൂട്ടാം. വന്ന ആർക്കും ഇല്ലാതെ ആക്കണ്ടല്ലോ. അതെ ശരിയാണ്. അത് മതി അങ്ങനെ ചെയ്താൽ മതി. ആണോ? ഫോൺ വരണ്ടല്ലോ. ആയിക്കോട്ടെ, ഏട്ടൻ പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാം. എപ്പം ജോയിന്റ് ആവട്ടെ. അപ്പൊ ജോയിന്റ് അക്കൗണ്ട് എടുക്കാം. ഹലോ, ആണോടാ? ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഓക്കേടാ. കിഡ്നിന്റെ കാര്യം ശരിയായിടാ. ശരിയായോ? ഓ അതെ, ഇവിടെ നിന്ന് ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. ബന്ധുവാണെന്ന് ചോദിച്ചാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞു തന്നാണ് ബന്ധം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. എന്താ ഉണ്ണിയത്? പൈസയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? തീരുമാനാക്കണ്ടേ? അല്ലേ, ഇല്ല തീരുമാനമാക്കി വന്നല്ലേ. അല്ല അത് ആക്കി, അത് കിട്ടണ്ടേ. ഇത് കിട്ടായിട്ടും വളരെ കൃത്യമായിട്ട് കാര്യം വന്നത് പാർട്ടി അല്ലേ. പാർട്ടി വന്ന് കൃത്യമല്ലേ. എത്ര കൊടുക്കാൻ പറഞ്ഞു? 2.5. പിന്നെ എന്തിനാ ഒരു ഉച്ചക്ക് 50 കണക്ക് അല്ലേ? എത്ര? 3 എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അത് നമ്മള് ഒരു കിഡ്നിക്ക് എത്ര? 3 ലക്ഷം അല്ലേ? സുമേഷ് ചേട്ടാ, നിങ്ങളോട് എത്ര തരാ പറഞ്ഞേ? 2.5 തരാന്ന് പറഞ്ഞില്ലേ സുമേഷ് ചേട്ടാ? ഞാൻ പോവും. നിങ്ങൾ പോയാൽ ഞാൻ രാവട്ടിന് കൊടുക്കുവേ. 3 അതെ 2.5 തരാ പറഞ്ഞു. 50 രാവട്ടെ അങ്ങ് പറഞ്ഞല്ലേ കൂട്ടി. അതെ 2.5 ഞങ്ങൾക്കും 50 എനിക്ക് തന്നെയെന്ന്. ഉണ്ണി ഇത് അലമ്പാക്കോ? ഡോക്ടറോട് ഇങ്ങനെ പൈസയുടെ കാര്യം പറഞ്ഞാൽ കാര്യം നടക്കൂല. അങ്ങനെ ഒളിപ്പാക്കുന്ന ആൾക്കാരല്ല ഇത്. ഡീസന്റ് പാർട്ടിയാണ്. എന്നാലേ ആവശ്യം വന്നാലുണ്ടല്ല, ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതിൻ്റെ എടുത്തോ. നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ. ഇപ്പൊ ഒരെണ്ണം ആവശ്യമുള്ളൂ. അത് ആവശ്യമുള്ളപ്പോ പറഞ്ഞാൽ മതി, ഞാൻ തരാം. സുമേഷ് ചേട്ടന് മുട്ടിച്ചെന്ന് രാഘവണ്ട്. രാഘവട്ട് ഉണ്ടായോണ്ട് എനക്ക് പറ്റി. അപ്പൊ നമുക്ക് എന്തിനാണ് ചൊറയൊന്നുമില്ല. പിന്നെ സമ്മതിച്ചല്ലേ. ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഞാൻ വഴിയെ പറയാം. ഒരു കല്യാണത്തിനുള്ള ആളുണ്ടല്ലോ, ഇതൊക്കെ ആരാ? അല്ല, ഇവര് രണ്ടുപേരും ഇവരുടെ ആംഗ്ലമാരാ. അതെ, ബന്ധുക്കളാണ് സാർ. ബന്ധുക്കളാണോ? അപ്പൊ ഇതില് ആരാ ദാതാവ്? ഇത് ദാതാവ് ഇതാണ്. ഇതാണോ? ഓ, എന്തോ പേര്? സുമേഷ് കുമാർ. ഈ പേഷ്യന്റ് ആയിട്ടുള്ള ബന്ധം എങ്ങനെയാ നിങ്ങള്? എന്താണ് ബന്ധം? തമ്മിലുള്ള അമ്മാവനായിട്ട്. അദ്ദേഹം പറയട്ടെ.
ബന്ധം പറയാൻ. അമ്മാവനാണ്. ഏ അമ്മാവനാണ്. എങ്ങനെ? അമ്മയുടെ ബന്ധുവാണ്. ആ ശരി, ശരി. അതോ? അത് ഈ സുമേഷ് അമ്മാവന്റെ ബ്രദറാണ്. ഓ ബ്രദർ അല്ലേ നിങ്ങള്? നന്മമര ഉണ്ണി അല്ലേ, ചാരിറ്റി പ്രവർത്തകൻ. ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്. അതെ അതെ അതെ, എനിക്കറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഈ അമ്മാവനും ബ്രദർ അമ്മാവനും നമ്മുടെ നന്മമരം അമ്മാവനും അല്ല നന്മമരം ചാരിറ്റി, നിങ്ങൾ ഒന്ന് പുറത്ത് നിൽക്കണം. എനിക്ക് ഇവരുമായിട്ട് ഒന്ന് സംസാരിക്കാറുണ്ട്, ആങ്ങളമാരും ദയവായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. സുമേഷേട്ടാ അല്ല അമ്മാവൻ അങ്ങോട്ട് നിന്നോ. നമ്മളോട് വലിയ ഇഷ്ടമുള്ള ആള്. ചെയ്തോളാ വ്യാഴാതെ ഇപ്പൊ വന്നത് നിങ്ങൾ അമ്മാവനാണോ? അതെ. ആണോ? അല്ലാന്ന് ഞാൻ പറയണു. എനിക്കറിയാം നിങ്ങൾ അമ്മാവനല്ലാന്ന്. എന്താ അയ്യോ? സുമേഷ് ഏട്ട അമ്മാവ അവസ്ഥ തന്നെയായി ഇപ്പൊ. എന്താ അവസ്ഥ? അല്ല ഇതിപ്പം എത്ര രൂപയ്ക്കാ നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചേക്കുന്ന അയാളുമായിട്ട്? അയ്യോ ഞങ്ങള് പൈസ ഒന്നും സംസാരിച്ചില്ല. ഉണ്ണി നന്മമരമാണ് അത് അറേഞ്ച് ചെയ്തത്. നന്മമരം അയാളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിയാമോ? അയാൾ ഭൂലോക ഫ്രോഡാ. അവയവദാനത്തിന്റെ മെയിൻ കണ്ണിയാണ്. ഏത് നിമിഷവും പിടിവിടാ അയാൾ. അയ്യോ സാറേ ഞങ്ങൾക്കത് ഈ അവയവദാനം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തിൽ ദാനം ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് ഇത് കച്ചവടമാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് കേസും പുലിവാലും ഉണ്ട്. പിടിച്ചകത്താവും നിങ്ങളെല്ലാരും. ഞങ്ങളൊന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട്. അതൊരു വലിയ ക്രൈമാണ്. എന്ത് ഇങ്ങനെയാണോ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അല്ല സാറേ, ഇവളുടെ 2 ആങ്ങളമാരാണ്. അവരോട് പറഞ്ഞപ്പോ അവർക്ക് പേടിയാ. ഇത്ര ദിവസമായിട്ട് ഒരു ബന്ധു പോലും വന്നിട്ടുമില്ല. അപ്പൊ പിന്നെ കിഡ്നി കിട്ടാൻ ഇതൊരു മാർഗം എന്ന് അറിഞ്ഞപ്പോ ഇവര് പറഞ്ഞപ്പോ ഞങ്ങൾ അതിൽ ഒത്തുന്ന് മാത്രമേ ഉള്ളൂ. സിസ്റ്ററെ അമ്മ ഇതൊന്നും ഇങ്ങോട്ട് വരാൻ പറയും. നമ്മളൊരാളെ രക്ഷിക്കാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണ്. വരൂ വരൂ. ഇത് മൊയ്തു, അദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റാ. അറിയാം. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അയാളുടെ വൈഫ് കിഡ്നി കൊടുക്കാമെന്ന് ഏറ്റതാണ്, പക്ഷെ അത് മാച്ച് ആവണില്ല. നിങ്ങൾ മണ്ടോരിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാച്ച് ആവണല്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്തല്ലേ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഭാഗ്യവശാൽ മൊയ്തുവിൻ്റെ വൈഫിൻ്റെ കിഡ്നി നമ്മുടെ മണ്ടോരിയായിട്ട് മാച്ച് ആവും. അതുപോലെ തന്നെ സുഗതിൻ്റെ കിഡ്നി നമ്മുടെ മൊയ്തുമായിട്ട് മാച്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പര ധാരണയോടുകൂടി ഈ അവയവദാനം ചെയ്യാം. ചെയ്യും സാർ. ഇതിനെ കിഡ്നി സ്വാപ്പ് എന്ന് പറയും. അതായത് കിഡ്നി പെയറിങ്. ഈ കിഡ്നി പെയറിങ് സംവിധാനത്തിലൂടെ ആവശ്യക്കാരായ 2 വ്യത്യസ്ത കുടുംബത്തിലുള്ളവർക്ക് കിഡ്നി പരസ്പരം കൈമാറാനുള്ള സംവിധാനം സർക്കാർ നിയമം അനുശാസിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് നിങ്ങൾ ഇമാതിരിയുള്ള തോന്നിയ അവസ്ഥയിലൊക്കെ ഇറങ്ങിയ. സാറേ ഒരുപാട് പൈസ ചെലവില്ല. എന്നാലും ചികിത്സക്ക് അത് ഏറി വന്ന ഒരു 6-7 ലക്ഷം, അല്ലെങ്കിൽ 8 ലക്ഷം രൂപ ചെലവ് വരും. 8 ലക്ഷം? അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ട് ചെയ്ത് 3 ലക്ഷം ഉണ്ട്. പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ട് ചെയ്ത് 3 ലക്ഷം ഉണ്ട്. പിന്നെ 1-2 ലക്ഷം രൂപ നമ്മൾ കരുതേണ്ടി വരും. അപ്പൊ അതിനും തയ്യാറായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല അപ്പൊ ഈ 25 ലക്ഷം 30 ലക്ഷം റുപ്യൊക്കെ വരുന്ന പറഞ്ഞു എന്നാര് പറഞ്ഞു? ഉണ്ണിയാ പറഞ്ഞത്. അതെ സാറേ, എന്നോടും പറഞ്ഞിരുന്നു 30 ലക്ഷമൊക്കെ ആവുന്നു ദുബായിലുള്ള ഒരു കൂട്ടർ. അതെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എന്നെ പോലെ ഒരാൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഒന്ന് എന്നോട് ചോദിച്ചൂടെ? അല്ല, അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യണോണ്ട് ഉണ്ണി നന്മമാരും പറഞ്ഞപ്പോൾ അങ്ങനെ നന്മമരങ്ങൾ ഒരുപാട് പേരുണ്ട്. നല്ലത് ചെയ്യണ ആൾക്കാർ കൂടെ പേര് ദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇവര് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. വിടും അങ്ങനെ ഇട്ട് പല പരിപാടിയും കാണിക്കും. ഒന്ന് അയാളൊന്ന് വിളിച്ച നന്മമരത്തിന്. ഈ 8 ലക്ഷം റുപ്യ ഈ സർക്കാരിന്റെ 3 ലക്ഷം എന്നുള്ളത് എല്ലാവർക്കും കിട്ടും. അത് വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടും.